സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് CPIM എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകനും MP-യുമായ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചുവെന്ന് ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. സമകാലിക മലയാളം വാരികയിലെ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിന് പിന്നാലെയാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. ഒത്തുതീർപ്പിനായി CPIM നേതാക്കൾ ക്ലിഫ് ഹൗസിലെത്തിയെന്നും ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ഞാൻ ചോദിച്ചത് ബ്രിട്ടാസിന്റെ അഭിപ്രായമാണോ അതോ മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചത് മോളിൽ നിന്നുള്ള തീരുമാനമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഉമ്മൻചാണ്ടി എന്നോട് അന്നേരം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ബ്രിട്ടാസ് ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്താ നടന്നതിനെ കുറിച്ച് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവര് വിളിച്ച് സംസാരിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ തിരുവഞ്ചൂരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ ഇത്ര ചെയ്തുള്ളൂ. ഞാനത് ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു കാര്യം ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ബാക്കി കാര്യങ്ങൾ എന്താ നടന്നുള്ളത് അവരാ പറയേണ്ടത്. എന്നാൽ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളുന്നു ജോൺ ബ്രിട്ടാസ് MP. എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് തന്നെ വിളിച്ചത്. ജോൺ മുണ്ടക്കയുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ടൊപ്പം തന്നെ സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്, PP ജെയിംസ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ രൂപപ്പെട്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ വിവാദം, നേതാക്കളുടെ കരുതലോടെയുള്ള പ്രതികരണം, ഇപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾക്കായി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന പശ്ചാത്തലം, ജോൺ മുണ്ടക്കയത്തിന്റെ വിവാദ വെളിപ്പെടുത്തൽ അതേത് തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഷഫീദ്, അർജിത്ത്, നമുക്കറിയാവുന്ന പോലെ തന്നെ സോളാർ സമരം അത് CPM-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമരമായിരുന്നു. മാത്രമല്ല UDF സർക്കാരിന്റെ ബലക്ഷയം കുറച്ചൊരു സമരമായി കൂടി അതിനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സമരത്തിൽ, അണികളെ അപ്പാടെ ഇറക്കി നടത്തിയ ഒരു സമരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് CPM നേതൃത്വം തയ്യാറായി എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം നടത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെ സ്വാഭാവികമായും CPM പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പ്രത്യേകിച്ച് ഇന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിലെ ചില പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചത് തന്നെയാണെന്ന് അദ്ദേഹവും പറയുന്നതിലൂടെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ CPM പ്രതിരോധത്തിലാവും. അദ്ദേഹം ഇന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തന്നെ ഫോണിൽ വിളിച്ചു. CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫോൺ വിളി. ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്നായിരുന്നു പറഞ്ഞത്. താൻ ഇക്കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞതായും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി. PK കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസിനെയും കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചതായും ജോൺ മുണ്ടക്കയം ലേഖനത്തിൽ പറയുന്നുണ്ട്. CPM നേതാക്കൾ ക്ലിഫ് ഹൗസിലെത്തി ഉമ്മൻചാണ്ടിയെ കണ്ടതായും ജോൺ മുണ്ടക്കയം ഒരു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ നടത്തിയെന്ന്, അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ നടത്തിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പിന്നാലെ ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് അക്കാര്യത്തിൽ CPM ആരെയും സമീപിച്ചിട്ടില്ല, പകരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ സമീപിച്ചതെന്ന് തിരിച്ച് പ്രതിരോധം ഉയർത്തുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കോൺഗ്രസ് ആകട്ടെ അക്കാര്യത്തിൽ നിലവിലിപ്പോൾ വീണ് കിട്ടിയ അവസരത്തെ അത് തങ്ങൾക്കെതിരെയാകാത്ത രീതിയിൽ അനുകൂലമാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും കോൺഗ്രസ് ചെയ്യുന്ന കാര്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കുന്നു. മാത്രമല്ല അക്കാര്യത്തിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് വളരെ വിശദമായി തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതേസമയം CPM നേതാക്കൾ ഇന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഏതെങ്കിലും തരത്തിൽ ഈ സാധനത്തെ തള്ളി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് MV ജയരാജനാണ്. ബാക്കി എല്ലാ നേതാക്കളെയും നമ്മൾ വിളിക്കുമ്പോൾ, അവരടക്കം മിക്ക CPM നേതാക്കളെ നമ്മൾ വിളിക്കുമ്പോൾ അവർ ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി പ്രതികരിക്കട്ടെ, ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം. അപ്പോൾ സ്വാഭാവികമായും CPM ഇക്കാര്യത്തിൽ ഇപ്പോൾ കരുതുന്ന ഒരു കാര്യം, പ്രതികരിക്കുമ്പോൾ പോലും അക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം. കാര്യം CPM-നെ സംബന്ധിച്ച അണികളിലെ വിശ്വാസ്യതാ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. കാരണം വലിയ കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഒരു സമരം 1.5 ദിവസം കൊണ്ട് ആ സമരം അവസാനിപ്പിക്കുമ്പോൾ അതിൽ എന്ത് മാജിക്ക് നടന്നു എന്ന് അന്ന് സോളാർ സമരത്തിന്റെ ഏകോപന ചുമതലയുള്ള നേതാക്കളടക്കം അന്ന് ചില അതൃപ്തി ഉണ്ടായിരുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതൊരു രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുന്ന കാര്യങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പഠിച്ചൊരു പ്രതികരണം മതി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് CPM എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ CPM-ന്റെ ഇക്കാര്യത്തിലെ ഔദ്യോഗിക നിലപാട് നമുക്കറിയാൻ കഴിയും.
ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോൺ മുണ്ടക്കയത്തിന്റെ പ്രതികരണം വെളിപ്പെടുത്തൽ അത് CPIMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കരുതലോടെയുള്ള പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണത്. സമാനമായി CPIMൽ മാത്രമല്ല കോൺഗ്രസിലും കരുതലോടെയുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ ജോൺ ബ്രിട്ടാസിന്റെ വാർത്താ സമ്മേളനം, അതിൽ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായി തള്ളുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും ആ ചർച്ചയ്ക്ക് തന്നെ വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നുള്ള ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലുള്ള മറുപടിയായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്? ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചതോടുകൂടി ഒരു പ്രതിരോധം CPIMന് ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ സാധ്യമാകുന്ന നിലയുണ്ടോ സജു? റിജിത്ത്, ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ എന്നത് CPIM സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തു, ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി അല്ലെങ്കിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തു എന്നതാണ് ആകെ അതിൻ്റെ ആ ലേഖനത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ആകെ തുക. അതിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. പക്ഷേ ജോൺ മുണ്ടക്കയത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ജോൺ ബ്രിട്ടാസ് ചെയ്യുന്നത്. കോൺഗ്രസ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സർക്കാർ തന്നെ, കോൺഗ്രസ് തന്നെയാണ് അക്കാര്യത്തിൽ മുൻകൈ എടുത്തത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി. അതായത് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് ഈ സമരം അവസാനിപ്പിക്കാൻ എന്ന നിലയ്ക്ക് ഒരു ഫോൺ കോൾ ലഭ്യമാകുന്നു. ജോൺ മുണ്ടക്കയത്തിന് ഇങ്ങനെ ഒരു റോളേ ഇല്ല, എവിടെയും അദ്ദേഹം ഈ കാര്യം പറഞ്ഞ് ഒരു ചർച്ച നടത്തുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായും നിരാകരിക്കുന്നു. പകരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിക്കുന്നു. ആ വിളിച്ചത് ഇപ്പോൾ കോൺഗ്രസിലുള്ള അന്ന് CPM സഹയാത്രികനായി കൈരളിയിൽ അടക്കം പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ആ ഫോണിലൂടെ ആദ്യത്തെ സംഭാഷണം നടക്കുന്നു. പിന്നീട് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു, തുടർച്ചയായി വിളിച്ചു, നേരിട്ട് കണ്ടു. തിരുവഞ്ചൂരിനെ കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ തിരുവഞ്ചൂർ വിളിച്ചു എന്ന കാര്യം CPM നേതൃത്വത്തെ സ്വാഭാവികമായും അറിയിക്കും. അവർ പക്ഷേ എന്തെല്ലാം ആവശ്യങ്ങളാണ് വേണ്ടത് എന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അത് പ്രധാനമായും ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കണം, പരിഗണനാ വിഷയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു. ആ ആവശ്യം അത് CPM നേതൃത്വം പറഞ്ഞതോടുകൂടി അത് തിരുവഞ്ചൂരിന്റെ മുന്നിൽ വെച്ചു. പിന്നീട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ജോൺ ബ്രിട്ടാസ് നേരിൽ കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അങ്ങനെ കാണുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചു. പിന്നീട് ആ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. പരിഗണനാ വിഷയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനം 2 ദിവസത്തിന് ശേഷം വരികയും ചെയ്തു. ആ അർത്ഥത്തിൽ സമരം വിജയമായിരുന്നു. ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് CPIM നേതൃത്വമാണ്. ജോൺ മുണ്ടക്കയത്തിന് ഇതിൽ യാതൊരു റോളുമില്ല, അങ്ങനെ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടില്ല, വിളിച്ചിട്ടില്ല, അത് നിരാകരിക്കുന്നു. ജോൺ മുണ്ടക്കയത്തിന്റെ വാദങ്ങളെ അദ്ദേഹം തള്ളുന്നുണ്ട്. പക്ഷെ ചർച്ച നടന്നു എന്ന കാര്യം ഒന്ന്, ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ രാജിയാവശ്യം എന്നതായിരുന്നു പ്രധാനം. അതുകൊണ്ട് എന്തുകൊണ്ട് പിന്നോട്ട് പോയി, ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും അറിഞ്ഞിരുന്നു, CPM നേതാക്കൾ തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. തന്നെ തിരുവഞ്ചൂർ വിളിച്ചതുകൊണ്ട് ആ കാര്യം CPM നേതൃത്വത്തെ അറിയിക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വെക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും മുന്നിൽ വെക്കുന്നു. അതല്ലാതെ ഇക്കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. CPIM മുൻകൈയെടുത്ത് തന്നോട് അതിൽ ചർച്ച നടത്താൻ നിർദ്ദേശിക്കുകയോ അങ്ങനെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇക്കാര്യത്തിലെ ജോൺ മുണ്ടക്കയത്തിന്റെ വാദങ്ങളെ CPIM അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് ഉന്നയിക്കുന്ന അതേ പ്രതിരോധം തന്നെയായിരിക്കും സ്വാഭാവികമായും ഇനിയും CPIMന് ഉയർത്താൻ സാധിക്കുക. ഏതെങ്കിലും നിലയ്ക്ക് CPIM മുൻകൈ എടുത്തിട്ടില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് ആ സമരത്തിൽ തന്നെ വലിയ തോതിലുള്ള വിട്ടുവീഴ്ചയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി സമരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നതാണ്. അതിന്മേൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു. അതിന്റെ റിസൾട്ട് പിന്നീട് ഉണ്ടായി. അതായത് പിന്നീട് തിരഞ്ഞെടുപ്പ് നടന്നു, LDF ഗവൺമെന്റ് ഉണ്ടായി, അത് ഭാവിയിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു എന്ന നിലയ്ക്ക് കണക്ട് ചെയ്യാനാണ് ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചത്. അതേ പ്രതിരോധം തന്നെയായിരിക്കും ഒരുപക്ഷേ ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിന് ഉന്നയിക്കാൻ ഉണ്ടാവുക. എന്തുകൊണ്ട് ആ സമരത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യത്തിൽ തന്നെ വിട്ടുവീഴ്ച ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ്. അതിൽ പ്രധാനമായും ഈ ലേഖനത്തിൽ തന്നെ ജോൺ മുണ്ടക്കയം പറയുന്നത് പ്രകൃതിയുടെ വിളിയും കൂടി ഉണ്ടായിരുന്നു എന്നതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രതിസന്ധി കൂടി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ്, ക്ലിഫ് ഹൗസിൽ കണ്ടിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഭാഗം. അതിന്റെ പശ്ചാത്തലം അത് കൂടുതലായി ബ്രിട്ടാസ് വിശദീകരിച്ചത് എങ്ങനെയാണ് സജു? റിജിത്ത്, ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രതിരോധം എന്നത് അങ്ങനെ ഒരു ചർച്ചയും ഒത്തുതീർപ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻകൈ എടുത്തത് ആരാണ് എന്ന ചോദ്യത്തിലാണ് അതിനെ കൊണ്ട് എത്തിക്കുന്നത്. അതായത് തങ്ങൾ ഒരു തലയ്ക്കും CPIMോ അദ്ദേഹം ജോൺ ബ്രിട്ടാസ് എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെയോ അദ്ദേഹത്തെ കൊണ്ട് മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ CPM നേതൃത്വമോ ഒന്നും ഏതെങ്കിലും നിലയ്ക്ക് മുൻകൈ എടുത്തിട്ടേ ഇല്ല എന്ന പ്രതിരോധം ഒരുക്കുക എന്നതാണ്. അതിലാണ് അദ്ദേഹം എല്ലാം കേന്ദ്രീകരിക്കുന്നത്. തിരുവഞ്ചൂർ തുടർച്ചയായി വിളിക്കുന്നു, അത് CPM നേതൃത്വത്തെ അറിയിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയാണ്, അത് അവരുടെ മുന്നിൽ വെക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് പോയി എന്നാണ്
അദ്ദേഹം പറയുന്നത്. ഒപ്പം ചെറിയാൻ ഫിലിപ്പിനോട് ഇക്കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലൂടെ തന്നെ ബന്ധപ്പെട്ടു എന്ന് ചെറിയാൻ ഫിലിപ്പിനോട് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലാണ് താനും, അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കുഞ്ഞാലിക്കുട്ടി ചർച്ചകൾക്കെല്ലാം ദൃക്സാക്ഷിയായിരുന്ന ഒരാൾ കുഞ്ഞാലിക്കുട്ടിയാണ്, PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. തിരുവഞ്ചൂർ എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ രാഷ്ട്രീയ താല്പര്യപ്രകാരം മാറ്റി പറയുന്നതാകാം, തിരുവഞ്ചൂർ ജോൺ മുണ്ടക്കയത്തോട് ബ്രീഫ് ചെയ്ത കാര്യങ്ങളാകാം, അദ്ദേഹത്തിന്റെ പുസ്തകം വിൽക്കാനുള്ള ഒരു USP ആയ ഒരു വിവാദം വേണമായിരിക്കാം, അതുകൊണ്ടൊക്കെ അങ്ങനെ പറയുന്നു എന്നതടക്കം ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ നിലയ്ക്ക് വീണ്ടും വീണ്ടും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു സമരം നടക്കുന്നു, അപ്പോൾ അവരിങ്ങോട്ട് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ആ നിലയ്ക്ക് എങ്ങനെ സമരം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ആരായുന്നു. ആ കാര്യം സ്വാഭാവികമെന്ന നിലയ്ക്ക് CPM നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ പറഞ്ഞതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയുമാണ് ചെയ്തത്. ഏതെങ്കിലും നിലയ്ക്ക് CPIM മുൻകൈ എടുത്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചത്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സജോ ദേവസ്യ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ജോൺ മുണ്ടക്കയം മുന്നോട്ട് വെച്ച വെളിപ്പെടുത്തൽ അത് പൂർണ്ണമായി ബ്രിട്ടാസ് തള്ളുന്നുണ്ട്. പക്ഷേ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചു എന്നുള്ള കാര്യങ്ങളും ബ്രിട്ടാസ് വിശദീകരിക്കുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ.